അതൊരു കിങ്ഡം കോൺസെപ്റ്റാണ്. രാജാവ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രജ ജീവിക്കും. പ്രജയുടെ പ്രാർത്ഥന വേറെ ഒന്നുമില്ല. പ്രജയ്ക്ക് ഒരു പ്രാർത്ഥനയും പഴയ നിയമത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, രാജാവ് നീനാൾ വാഴട്ടെ. യേശു വാതില. യേശു വാതിൽ, ഈസ് എ ഡോർ. യേശു അങ്ങേയറ്റം വരെ നടത്തുന്നയാളല്ല. യേശു വാതില, നമ്മുടെ രാജ്യത്തിനകത്തോട്ട് കൊണ്ടുവരുന്ന വാതില. യേശു ഈസ് ദ വേ. പക്ഷെ നമ്മുടെ മേൽ വന്ന പരിശുദ്ധാത്മാവ ഇനി മരിക്കുന്നവരെ നമ്മളെ നടത്താനുള്ളത്. നമുക്ക് ഡ്യൂട്ടി ഹോളി സ്പിരിറ്റുമായിട്ടുള്ളത്. സ്വർഗത്തിൽ പോയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവായിട്ട് പരിപാടിയൊന്നുമില്ല. നമുക്ക് എടുക്കപ്പെടുന്നത് വരെ മാത്രമേ പരിശുദ്ധാത്മാവുമായിട്ട് ഡ്യൂട്ടി ഉള്ളൂ. വർഷിപ്പ് എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ 1.5 മണിക്കൂർ നടക്കുന്നത് വർഷിപ്പല്ലേ അല്ല. ഞായറാഴ്ച 10 മണിക്ക് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ വരെ ശരീരത്തെ യാഗമാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വർഷിപ്പ് ഗോഡ് ഈസ് എക്സ്പെക്ടിങ്. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ വിനോദ് ചാക്കോയുമായിട്ടുള്ള സംഭാഷണങ്ങൾ തുടരുകയാണ്. ദൈവരാജ്യം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടികളും നൽകി. ഇപ്പോൾ ഈ 3-ാമത്തെ എപ്പിസോഡിൽ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ കർത്താവിൻ്റെ കൽപ്പന. അപ്പോൾ ആ നീതി എന്താണ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുവാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധയോട് കൂടെ കേൾക്കാം. ഇന്ന് എന്നോടുകൂടെ ഇവിടെ പാസ്റ്റർ ജോബി വർഗീസ് ഉണ്ട്. തിരുവല്ലയിലെ ഡിവൈൻ വർഷിപ്പ് സെൻറ്ററിൻ്റെ സ്ഥാപകനും പാസ്റ്ററുമൊക്കെയാണ് അദ്ദേഹം. അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകൻ, ഒരു മിഷൻ ലീഡർ, അങ്ങനെ പല നിലകളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ അതിനെക്കാട്ടിലെല്ലാം ഉപരി ദൈവരാജ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അവഗാഹമായ ജ്ഞാനവും ദൈവവചനത്തിലുള്ള ആഴമായ അറിവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ആ നിലയിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാസ്റ്റർ വിനോദ് ചാക്കോയുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന റോളുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. പ്രതികരണങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. പാസ്റ്റർ ഈ ഒരു വലിയ ബോംബിട്ടിട്ട് അതിങ്ങനെ അതിൻ്റെ അലയൊലികൾ, ബോംബ് വെള്ളത്തിൽ വീണാൽ ഉണ്ടാകുന്ന സുനാമി ഉണ്ടാകുന്ന പോലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നീതിയെക്കുറിച്ച് കൂടെ പറയുക. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. ചിരി നിർത്തിയിരിക്കുന്നു. ചിരി വേണ്ടെന്ന് വെച്ചു. ചിരിച്ചാൽ അട്ടഹാസമായി പോകും. നമുക്ക് ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നേ. അത് സാരമില്ല, കുഴപ്പമില്ല, കുറച്ച് ചിരിച്ചാൽ മതി. ഓക്കെ, യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ജനങ്ങൾ ചോദിച്ചത്, ഞങ്ങൾ എന്ത് കഴിക്കണം, ഞങ്ങൾക്ക് വസ്ത്രം, ഞങ്ങൾക്ക് പാർപ്പിടം. ഇത് 3 ചോദിച്ചാണ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നത്. ഈ 3 ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തു പറയേണ്ട ഉത്തരം, എൻ്റെ പുറകെ വാ, നിങ്ങൾക്ക് കിട്ടും. ഞാനാണെന്നെങ്കിൽ അതേ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കാൻ പ്രാപ്തനായിരുന്നെങ്കിൽ ഞാൻ പറയും, എൻ്റെ കൂടെ വന്നാൽ മതി, കിട്ടും, തരാം. പക്ഷേ യേശു അവിടെ പറഞ്ഞില്ല. യേശു പറഞ്ഞത് ദൈവരാജ്യത്തെയും നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇടയ്ക്കൊന്ന് നിർത്തട്ടെ സാറേ. പിന്നെ ഈ ആദ്യത്തെ എപ്പിസോഡ് സാർ കണ്ടായിരുന്നല്ലോ. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ടോ? പൊതുവെ ഈ നീതിമാൻ, നീതീകരണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ ഇടയിൽ സംസാരിക്കുകയും ആരെങ്കിലും പ്രസംഗത്തിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് ഇപ്പം ഞാൻ അധികം കേൾക്കാറില്ല. ഈ ദേവദാസൻ പ്രത്യേകിച്ച് ദൈവനീതി എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഉൾക്കാഴ്ച, എനിക്കതിനകത്ത് കുറച്ചുകൂടെ ആഴമേറിയ അടിസ്ഥാനം എന്തെങ്കിലും പുതിയ നിയമത്തിൽ ലഭിക്കണമെന്ന് ആശിച്ചപ്പോഴാണ് ഞാൻ ഈ വിഷയം സംഘടിച്ചാണ് പങ്കുവച്ചത്. കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വാസ്തവമായിട്ട് അറിയേണ്ടത്, ദൈവരാജ്യവും ദൈവിക നീതിയും രണ്ടാണോ, അതോ പാരലായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു സമാന്തര ഘടകമാണോ? ഞാൻ പറയാം. അതിനെക്കാട്ടിലും മുന്നേ ചോദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ എന്ത് കഴിക്കും, ഞങ്ങൾ എന്ത് ഉടുക്കും,
ഞങ്ങൾ എവിടെ വസിക്കും? ചോദ്യം മെറ്റീരിയലാണ്. ഓക്കെ. ഓക്കെ, നെവർ സ്വർഗീയമല്ല, ഓക്കെ, മെറ്റീരിയലാണ് ചോദ്യം. അപ്പോഴാണ് യേശു പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അന്വേഷിക്കുക, അപ്പോൾ ഇതെല്ലാം കിട്ടും. അപ്പം വിത്ത് സ്പിരിച്വൽ ദർ ഈസ് ഒരു ഡയമെൻഷൻ ഉണ്ട്. ബട്ട് ഹി വാസ് ടോക്കിംഗ് കംപ്ലീറ്റ്ലി അബൌട്ട് മെറ്റീരിയൽ വേണ്ട എന്ന് പറയുന്നവരോട് പറയുകയാണ്. അവിടെ ചോദ്യം മെറ്റീരിയൽ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചു വന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞ രാജ്യവും നീതി അന്വേഷിച്ച മെറ്റീരിയൽ കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെക്കുറിച്ച് ഞാൻ പറയുണ്ടായി, നമുക്ക് വേണ്ടിയതെല്ലാം രാജ്യത്തിൻ്റെ അകത്താണ് കിടക്കുന്നത്, രാജാവിൻ്റെ ശബ്ദത്തിലാണ് കിടക്കുന്നത്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇപ്പം യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ജീവിക്കുകയാൽ നിങ്ങളും ജീവിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അതൊരു കിങ്ഡം കോൺസെപ്റ്റാണ്. രാജാവ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രജ ജീവിക്കും. പ്രജയുടെ പ്രാർത്ഥന വേറൊന്നുമില്ല. പ്രജയ്ക്ക് ഒരു പ്രാർത്ഥനയും പഴയ നിയമത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, രാജാവ് നീനാൾ വാഴട്ടെ. ഒറ്റ പ്രാർത്ഥനയുള്ളൂ. കാരണം രാജാവ് ജീവിച്ചാൽ ബാക്കിയെല്ലാം ഉണ്ട്. പ്രജ സമ്പന്നമായി ജീവിക്കും. സാധാരണ അല്ല. ശലോമോന്റെ ആലയത്തിൽ വന്നപ്പോൾ അവിടുത്തെ ദാസന്മാരുടെ ക്വാളിറ്റി കണ്ടപ്പോൾ രാജ്യക്ക് മനസ്സിലായി ഈ പുള്ളി പ്രജയ്ക്ക് എന്ത് കൊടുക്കും എന്നുള്ളത്, ഇവന്റെ രാജ്യം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തിമോത്തി ലേഖനത്തിലൊക്കെ പറഞ്ഞത് അവന്റെ ധനത്തിനും മഹത്വത്തിനും തക്കതായിട്ട്. അപ്പം വെൻ ഗാഡ് ബ്ലെസ്സിങ്, ഇത് പ്രോസ്പെരിറ്റി അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രോസ്പെരിറ്റി. ഒന്നിനെക്കുറിച്ചും വേവലാതിയോ ചിന്തയോ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയുന്ന, എനിക്ക് ഒരു ആവശ്യമില്ല, എൻ്റെ കയ്യിലെല്ലാം പൈസ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കിഷ്ടം പോലെ ആവശ്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ അയ്യോ അത് കിട്ടിയില്ലെങ്കിൽ നടക്കത്തില്ലല്ലോ എന്നുള്ള വിഷയം എനിക്കില്ല, ആകുലതയില്ല. ഇല്ല. എനിക്ക് രാജാവുണ്ട്, അവൻ ചെയ്തു തരും. ഇവിടെ സലോമനേക്കാൾ വലിയവനല്ലേ? സി, ഒരു റിച്ച് മാനിൻ്റെ ശരിക്കും റിച്ച് മാൻ ആരാണ്? നമ്മളെപ്പോഴെ അംബാനിയാണ് ഓർക്കുന്നത്. പക്ഷെ റിയൽ റിച്ച് മാൻ ഈസ് എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ഹാവ് എനി നീഡ്. നിങ്ങൾ എപ്പം ഒരു നീഡഡ് പേഴ്സൺ ആവുന്നോ നിങ്ങൾ പാവപ്പെട്ടവനായി മാറിയവിടെ. ഇപ്പൊ റിച്ച്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ആണ്, അതൊരു പൊസിഷൻ, അത് സമ്പത്തിന്റെ അളവിലല്ല. അല്ലല്ല. പ്രോസ്പെരിറ്റി സമ്പത്തും അവസ്ഥയാണ്. അവസ്ഥ. അത് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്തുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ഒരു കുടിലിൽ താമസിക്കുന്നവനും ആ റിച്ച്നെസ് ജീവിക്കാൻ പറ്റും. അതല്ലേ പറഞ്ഞത്, മറ്റേ അമ്മച്ചി കൊണ്ടുവന്ന് കാണിക്കയിട്ടപ്പോൾ പറഞ്ഞത്, നീ ഇട്ടതിനെക്കാട്ടിലും വലുതാണ് അളവല്ല വിഷയം. പുള്ളിക്കാരത്തിന് ഇല്ലെങ്കിലും എനിക്ക് ഒരു ആവശ്യമില്ല, നീടില്ല. അവളുടെ ഉണ്ടാകുന്ന സകലതും പുള്ളിക്കാരത്ത് ഇട്ടു. അപ്പൊ അവർക്ക് വേറെ ആവശ്യങ്ങളെ കുറിച്ചൊന്നും ആകുലതയില്ല, ബാക്കിയുള്ളത് നടക്കും എന്നുള്ളതാണ് അവളുടെ. അതൊരു വലിയ പോയിന്റ്. അതുകൊണ്ട് പുള്ളിക്കാരത്ത് മനസ്സിലായില്ലേ അല്ലേ? ഇവരെന്തുകൊണ്ട് പകലത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാതെ ഒന്നും മാറ്റി വെക്കുന്നില്ല. ഉള്ളത് നാളെ ഇല്ല. അവിടെ നാളെ കർത്താവാ. അല്ല, നാളെ പിന്നെ അവൾക്കുള്ളത് രാജാവാ. രാജാവ് ഇവനെന്തിനാ മാറ്റി വെച്ചത്? അവന് ആരുമില്ല. നാളെ അവന് രാജാവിനെ കുറിച്ചുള്ള ഇതിലാണ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. മനസ്സിലായേ? അപ്പൊ ആ കിങ്ഡം പ്രിൻസിപ്പിളാണ് യേശു വെളിപ്പെടുത്തുന്നത് അവിടെ. അല്ലാണ്ട് പുള്ളിക്കാരത്തിൽ ചെയ്ത ഒരു മഹത്വമല്ല പറയുന്നത്. നമുക്ക് ഈ കിങ്ഡം ലിവിങ്ങിനെ കുറിച്ച് ദൈവത്തിൽ എങ്ങനെ ജീവിതം, ഇപ്പോൾ ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലാണ് രാജ്യനീതി അന്വേഷിക്കുക എന്നുള്ളത്. അവിടെ ഇതൊക്കെയും ലഭിക്കും എന്നുള്ളതാണ്. ദീസ് തിങ്സ് ആർ ആഡഡ് അൺടു ഹിം. അന്നേരം അവിടെ എത്രമാത്രം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉള്ളൂ, നമ്മുടെ അത്യാവശ്യങ്ങളൊക്കെ ഉള്ളൂ, അതോ ആവശ്യത്തിലധികമുണ്ടോ? രാജാവിന്റെ മകൻ എങ്ങനെ ജീവിക്കണം അങ്ങനെ. ദാസനല്ലല്ലോ. പ്രജ പോലും അല്ല. If you are a son of king, how would you be living? So that status, സൺഷിപ്പിന്റെ സ്റ്റാറ്റസിന്റെ മേലിരിക്കും. ഗലാത്യ പത്രികയിൽ ഒരു വാക്കുണ്ട് 4-ാം അധ്യായത്തില്, ഈ ഇതിനെല്ലാം നീ ഉടമസ്ഥനാണെങ്കിലും ദാസനേക്കാൾ ഒട്ടും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ദാസനെക്കാട്ടും ഒട്ടും വിശേഷമുള്ളവനല്ല. കാരണം വളരാത്തിടത്തോളം കാലം. അപ്പൊ സൺഷിപ്പിൽ വളർച്ചയുണ്ട്.
അതിലും സാറേ ഈ പുത്രത്വമാണ് ഏറ്റവും വലിയ വിഷയം. ഫാദർഹുഡ് ആൻഡ് സൺഷിപ്പ്. സൺഷിപ്പ് ഇതറിഞ്ഞാൽ നമുക്ക് നീതിബോധത്തിൽ വളരാം. ഇതറിയല്ല, ഒരു വെളിപ്പാടാണ്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ അവിടെ ധൈര്യം, ഭയമില്ല, അവിടെ ഒരു എന്താ പറയുന്നത് ടെൻഷനോ ഇല്ല, ഒരു പരിപാടി ഇല്ലാത്തൊരു ഒരു ഒരു വേൾഡാണ്. അതൊരു വെളിപ്പാടാണ്, ഭയങ്കര വെളിപ്പാടാണ്. ഞാൻ പറയും യേശു പ്രസംഗിച്ചതാണ്. ഫസ്റ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അത് സൺഷിപ്പാണ്. നടക്കുമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കാൻ നടക്കുമോ? എത്ര സദസ്സിനോട് ചോദിച്ചാലും പറ്റത്തില്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ അപ്പം പിന്നെ യേശു നുണയാണ് പറഞ്ഞത്. യേശു ഒരിക്കലും നടക്കാത്ത പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു പുസ്തകം വായിച്ചപ്പോൾ 2 കുരുവികൾ ഈ ചില്ലിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് താഴെ മനുഷ്യരിങ്ങനെ തത്രപ്പാട് വേദനപ്പെട്ട് ഓടി അലഞ്ഞ് സമയം പോരാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന കണ്ടപ്പോൾ ഈ പക്ഷികളിരുന്ന് പാടുക, നമ്മളെ പുലർത്തുന്ന പോലെ ഒരു പിതാവ് അവർക്ക് കാണത്തില്ലായിരിക്കും. അവർ കിടന്നുകൊണ്ട് അലയുകയും വലയുകയും ചെയ്യുന്നത് നമ്മളെ ചിരിപ്പിച്ച് വിടത്തില്ല. പക്ഷെ അവിടെ കർത്താവ് പറഞ്ഞത് കുരികളിൽ പിതാവ് ഉണ്ടെന്ന് പറഞ്ഞില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഈ കുരികളിൽ എന്ത് ചെയ്യുന്നു കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്ര വട്ടം ശ്രേഷ്ഠമായിട്ട് കരുതും. അപ്പൊ ഈ സൺഷിപ്പിലെ ഗ്രോത്ത് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മർമ്മമാണ് നീതി. സാറേ സാഗുടി ഞാൻ ഒത്തിരി എപ്പിസോഡുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പക്ഷെ എൻ്റെ ആത്മാവിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഒരു ജീവനായിട്ട് മാറിയ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ നോക്കുകയും അദ്ദേഹത്തോട് അതിൻ്റെ കമൻറ്റ് പറയുകയും അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുകയും ചെയ്യും. പക്ഷേ വിനോദ് സാറിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ് എനിക്കും പ്രത്യേകം ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടിരുന്ന അത് കണ്ടത്. ഇത് വ്യത്യസ്തമാണല്ലോ ഈ ഒരു ആശയം. ഞാൻ വിളിച്ചു പറഞ്ഞത് ദേവാസിയോട് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, ഈ സൺഷിപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് നീതി എന്നുള്ളതാണ്. ഈ നീതി ഇപ്പം പഴയ നിയമത്തിൽ ആലയമുണ്ടായിരുന്നു. എപ്പോഴും പഴയ നിയമം എടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് പഴയ നിയമത്തിൻ്റെ സ്റ്റൈലിലല്ല നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. പക്ഷേ പഴയ നിയമം എപ്പോഴും ഒരു ഷാഡോ ആണ്, നിഴലാണ്. നമുക്കതിൻ്റെ പഠിക്കാൻ കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ആലയം പണിതു. ആരാ? നമ്മുടെ ശലോമോൻ പണിതു. അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു മാസ്റ്റർ? ദൈവത്തെ ആരാധിക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ഒരു ടെമ്പിളും ഒരു സ്ഥലത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. വാട്ട് വാസ് ദ ഗോഡ്സ് പർപ്പസ്? ദൈവത്തിന് നിങ്ങളുടെ ആരാധന വല്ലതും വേണമായിരുന്നു? അതോ എന്തെങ്കിലും കുറഞ്ഞിട്ടാണോ പുള്ളി ആളെ? അല്ല. വെനെവർ ഗോഡ് ഡസ്, ദൈവം ഒരു ബിസിനസ്മാനാണ്. ഓക്കെ, ഹീ ഡസ് ഇറ്റ് ഫോർ യു. നിങ്ങൾക്കത് നന്മയാക്കുകയും ചെയ്യും, പുള്ളിക്ക് ആ നന്മയെ ഉപകാരപ്പെടുത്തുകയും ചെയ്യും. ഒന്നുകൂടെ അതൊന്ന് വിശദീകരിച്ചേ. അത് ഇത് തിരുമ്പം പിടികിട്ടും. ആലയം പണിതതിൻ്റെ ഉദ്ദേശം ആരാധിക്കാന്നൊക്കെ പറയും. അവിടെ ആരാധനയൊന്നും നടന്നില്ല. എല്ലാം നടന്നു. ആരാധന നടന്നോടില്ലോ. നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റിലെ ആരാധന എന്തെങ്കിലും നടന്നായിരുന്നോ? ആലയത്തിൽ യാഗം നടന്നു, സ്തുതി അർപ്പിച്ചു. അപ്പം പിന്നെ ആരാധന യാഗമായിരുന്നു. അല്ല, യാഗം മാത്രമല്ല നടന്നത്. കോൺസെപ്റ്റില് യാഗങ്ങളാണല്ലോ, അതുവരെ യാഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ശലോമോൻ തന്നെ 1000 ഹോമയാഗം കഴിച്ചു അവിടെ നിരന്തരമായി. അപ്പം ശരിക്കും യാഗമാണ് ആരാധന, പാട്ടല്ല ആരാധന. അതിന്റെ വെളിപ്പാട് പൗലോസ് റോമാലേഖനം 12 പറയുന്നുണ്ട്. പെർഫെക്റ്റ് വർഷിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കുക. അപ്പോൾ ശരിക്കുള്ള വർഷിപ്പ് അവിടെ പറയുന്നത്. വർഷിപ്പ് എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ 1.5 മണിക്കൂർ നടക്കുന്നത് വർഷിപ്പല്ലേ അല്ല. ഞായറാഴ്ച 10 മണിക്ക് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ വരെ ശരീരത്തെ യാഗമാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വർഷിപ്പ് ഗോഡ് ഈസ് എക്സ്പെക്ടിങ്. അതായിരുന്നു ആലയത്തിൽ യാഗം നടന്നേ. ഓക്കെ, ആലയത്തിൽ ഇപ്പോൾ ഒരു ഇസ്രായേൽ ഒരു വ്യക്തി ആലയത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇസ്രായേലിലെ ആ വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് പുള്ളിക്കുണ്ടാകുന്ന ചേഞ്ച് എന്താ? പുള്ളി വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ആലയത്തിലേക്ക്? പ്രായച്ചിത്തത്തിനായിട്ട് വരുന്നത്. എന്തിനാ പ്രായച്ചിത്തത്തിന് ഒരു വസ്തു കൊണ്ടുവരുന്നത്? തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ യാഗം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത്? നല്ല ഗുഡ് കോൺഷ്യസ്. അത് ഗുഡ് കോൺഷ്യസിനെക്കാട്ടിലും ഇപ്പം വന്നപ്പോൾ പാപിയായിട്ടാണ് വന്നത്. നീതിമാൻ മടങ്ങി അവൻ പോകുമ്പോൾ നീതിമാനായിട്ടാണ് പോകുന്നത്. ഇസ്രായേൽ വർഷത്തിലൊരിക്കൽ യാഗം നടക്കും. അത് ഇസ്രായേലിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഇവരെ ഇസ്രായേലിൻ്റെ കൂടാരത്തിൽ നീതി വസിക്കണം.
അതാണ് ഡേ ഓഫ് അറ്റോൺമെന്റ് ഡേ ഓഫ് അറ്റോൺമെന്റിൽ ഇസ്രായേലിൽ പുരോഹിതൻ ഉള്ളിൽ ചെന്ന് യാഗം കഴിച്ച് പുറത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ യാഗവുമായിട്ട് ഇവിടെ വന്നു, യാഗം കഴിച്ചു, എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇസ്രായേലിൻ്റെ ഇടയ്ക്ക് നീതി വസിക്കുന്നു, പാപികളില്ല. അപ്പം നീതിമാനാകാനാണ് ആലയം വെച്ചത്, അല്ലേ? അല്ലാണ്ട് ദൈവത്തിന് ആരാധനയ്ക്ക് കുറഞ്ഞതുകൊണ്ടല്ല. ജനം നീതിമാനായി ഇസ്രായേലിൻ്റെ കൂടാരത്തിൽ നീതി വസിക്കണം, അതിനായിരുന്നു ആലയം വെച്ചത്. അതാണ് നമ്മുടെ ബിലിയാം മുബാറക്കിനെ ഇതിൽ ക്ഷമിക്കാൻ വന്നപ്പം അവൻ വന്നിട്ട് അനുഗ്രഹിച്ച ജനങ്ങളെ എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും? നീതി വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂടാരത്തിൽ നീതി വസിക്കുക. എന്നിട്ട് അവൻ തന്ത്രം പറഞ്ഞു കൊടുക്കുന്നതെന്നറിയാവോ? നീതി മാറ്റിക്കളയാം, നീതിയെ പൊട്ടിച്ചോളാ, എന്നിട്ട് വിളിക്കാൻ വരാം. ഓക്കെ, ഈ ആലയം 400 വർഷത്തോളം അവിടെ, 400 വർഷമാണോ? ഇല്ല, 70 വർഷം ഉണ്ടായിരുന്നു. അത് യാഗം കഴിച്ചോ, യാഗം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മോശ തൊട്ട യാഗം കഴിച്ചു, ദാവീദ് ശലോമോൻ വരെ യാഗം കഴിച്ച ആലയം ഉണ്ടായിരുന്നു. അപ്പൊ യാഗത്തിൽ നീതിമാനാകുമായിരുന്നു ജനം, അല്ലേ? ആ ആലയത്തെ എടുത്തു മാറ്റിയിട്ടാണ് യേശുവിനെ ഒറ്റ യാഗവും എന്നേക്കിനുമായിട്ടുള്ള ഒറ്റ യാഗത്താൽ ഏകയാഗത്താൽ എന്നേക്കിനുമായി ജനങ്ങളെ നീതിയാക്കി. അപ്പോൾ യേശുവിനെ യാഗം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മെ നീതിമാന്മാരാക്കാൻ. ഇസ്രായേലിന്റെ ആലയത്തിലെ നീതി എത്ര വർഷത്തേക്കിനുണ്ടായിരുന്നു? 1 വർഷത്തേക്കിനുണ്ടായിരുന്നു. യേശുവിന്റെ നീതിയോ എന്നേക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെടുമ്പോഴോ യേശുവിനെ അന്വേഷിച്ചപ്പോൾ അവർ ആലയത്തിന് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീതി പ്രാപിക്കാൻ. എങ്ങനെയെങ്കിലും യാഗം കഴിഞ്ഞിട്ട് നീതിമാനാകണമെന്നുള്ള ആഗ്രഹം, പർപ്പസിൽ അവർ ആലയത്തിൽ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും യേശുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പർപ്പസിലായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ കേട്ട യേശു സൗഖ്യമാക്കുന്ന യേശു എന്നാ, വിടുവിക്കുന്ന നിങ്ങൾ കേട്ട യേശു പട്ടിണി മാറ്റുന്ന യേശുവാ. നമ്മൾ കേട്ടിട്ടുള്ള യേശു ക്യാൻസർ സൗഖ്യമാക്കുന്ന യേശുവാ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോധമേ ഇല്ല. യേശു ക്യാൻസർ സൗഖ്യമാക്കാനും നമ്മുടെ പട്ടിണി മാറ്റാനും നമ്മുടെ ദാരിദ്ര്യം മാറ്റാനും വന്ന യേശു അല്ല. അങ്ങനെ ഒരു സുവിശേഷം യേശുവിനില്ല. യേശുവിൻ്റെ മരണത്താൽ നമ്മൾ എന്നേക്കിനുമായി നീതിമാനാകുക ചെയ്യുന്നത്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഈ സുവിശേഷത്തിൽ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടാ? ക്യാൻസർ സൗഖ്യമായിരുന്നോ? എന്തുകൊണ്ടാ? യവനന്മാർക്കും അവർക്കും രക്ഷയും പിന്നെ ദൈവനീതി ഇതിൽ സൗജന്യമായി വെളിപ്പെടും. റോമലേഖനം 1:15. God's righteousness is revealing through this gospel. Gospel is not healing. ഹീലിങ്ങും ബ്ലെസ്സിങ് എല്ലാം റൈച്ചസ്നെസ്സിന്റെ ഒരു എന്താ പറയുക ഫ്രൂട്ടാ, ബൈ പ്രൊഡക്റ്റ്. അത് നീ പഴയ നിയമത്തിൽ യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലുള്ളത്? നീതിമാന്റെ മേലും. നീതിമാൻ യഹോവയുടെ ദൃഷ്ടി നീതിമാന്റെ മേൽ. നീതിമാൻ കരഞ്ഞ് യഹോവയുടെ കരച്ചിൽ കേട്ടു. അപ്പൊ കേട്ടു. നീതിമാന്മാർക്ക് കഷ്ടങ്ങൾ അനവധി ഉണ്ടെങ്കിലും അവയെല്ലാം വിടുവിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്റെ മേല, യഹോവയുടെ ചെവി നീതിമാന്റെ മേല, യഹോവയുടെ പ്രവർത്തിക്കുന്ന കൈ നീതിമാന്റെ മേല. ഞാൻ യവനസ്ഥനായിരുന്നു, ഇപ്പോൾ വയസ്സനായി. നീതിമാന്റെ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് കണ്ടിട്ടേ ഇല്ല. അപ്പം എൻ്റെ ബ്ലെസ്സിങ് നീതിമാന്റെ മേല. 5:10 യഹോവ നീതിമാനെ അനുഗ്രഹിക്കുന്നു, നീതിമാൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. നീതിമാനാണോ? ചോദിക്കട്ടെ, പെന്തക്കോസ്താനിൽ നിന്ന് ചോദിച്ചിട്ട് നീതിമാനാണോ? ഒരാൾക്ക് കൺഫേംഡ് ഉത്തരം കൊടുക്കാൻ അറിയത്തില്ല. എന്തുകൊണ്ടാ? നീതി എന്താണെന്ന് അറിയത്തില്ല. ആരാണ് നീതിമാനെന്ന് അറിയത്തില്ല.
ഓക്കെ, നീതിമാൻ ആരാന്ന് അറിയുന്നതിനെ കേട്ടു. ആ ബൈ പൊസിഷൻ ഐ എം ജസ്റ്റിഫൈഡ് ബൈ ഗോഡ്. ഓക്കെ, ബൈ പ്രാക്ടീസ് എനിക്ക് പക്ഷെ അത്ര നീതി ഉണ്ടാവുന്നു. എനിക്ക് എൻ്റെ പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ നീതി നഷ്ടപ്പെടുന്നു, അങ്ങനെ നീതി പോകുന്നു എന്നുള്ളൊരു പ്രശ്നം എൻ്റെ ഉള്ളിൽ ഓരോ എൻ്റെ വാക്കുകളും. ഞാൻ നീതിമാനാണ്, പക്ഷെ പാപം ചെയ്താൽ പോവാം. അതാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് ഒരു പരിഹാരമില്ലാത്തത്. അവിടെയാണ് ഒരു ചോദ്യം. അതുകൊണ്ടാണല്ലോ പൗലോസ് തന്നെ പറയുന്നത് ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. അതൊരു നീതിയായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, ഇപ്പം പറയാം. പാപി ആരാണ് ഫസ്റ്റ്, അത് പറയാം നമുക്ക്. നീതിമാൻ ആരാന്ന് പറയുന്നതിന് മുന്നേ ഹൂ ഈസ് എ സിന്നർ? ആരാണ് പാപി? ആരാണ്? കൽപ്പന ലംഘിക്കുന്നവനാ പാപി. ലക്ഷ്യം തെറ്റിപ്പോകുന്നവൻ, അനുസരണക്കേടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ല. ഓക്കെ, അപ്പം നമ്മൾ പ്രവൃത്തിയാൽ പാപിയായ എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ പാപിയായത്? പാപി നമ്മൾ ജന്മനാ പാപിയാണ്. എന്ത് പ്രവർത്തിച്ചിട്ടാ? ജന്മനാന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ തന്നെ പാപിയാണല്ലേ? അങ്ങനെയാണ് നമ്മളുടെ ഈ ഭൂമിയിലേക്കുള്ള വരവ് തന്നെ, ജനനത്തിൽ തന്നെ നമ്മൾ പാപിയാണ് അല്ലേ? ഇരിക്കുന്നത്. ഉദരത്തിൽ എന്ത് ക്രമക്കേട് ചെയ്തിട്ടാണ് നിങ്ങൾ പാപിയായത്? അല്ല, നമ്മളാരും ചെയ്ത പാപം കൊണ്ടല്ല. അപ്പം പിന്നെ പാപിയായത് ചെയ്ത പാപം കൊണ്ട് അല്ല, അത് തലമുറകളായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ആദാമ്യ പാപത്തിന്റെ പരിണത ഫലമാണ്. ഓക്കെ, അപ്പം പിന്നെ ചെയ്ത പാപം കൊണ്ട് അല്ല ഞാൻ എന്തായത്? പാപിയായത്. പാപം ചെയ്ത് പാപിയായതല്ല, അല്ല, ഞാൻ പാപത്തിൽ ജനിച്ചുകൊണ്ട്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. ഇപ്പം ഞാനൊരു കൊലപാതകം ഇവിടെ ചെയ്യാം. എന്നെ ഇന്ന് തന്നെ ജയിലിൽ പോയിട്ട് ജയിലിൽ അറസ്റ്റ് ചെയ്ത് കളയോ? ജയിലിലിട്ട് എനിക്ക് ശിക്ഷ തരുമോ? ഇല്ല. എവിടെ കൊണ്ടുപോകണം? കോടതി കൊണ്ടുപോയിട്ട് എന്നെ അവിടെ വിചാരണ ചെയ്യും. അപ്പോൾ ഞാൻ കുറ്റക്കാരനാണോ കുറ്റം വിധിക്കപ്പെട്ടവനാണോ? കുറ്റാരോപിയാണോ കുറ്റക്കാരനാണോ? കുറ്റാരോപിതനാണ് അല്ലേ? അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെല്ലാം കണ്ടതല്ലേ? ആ വിറ്റ്നസ് അവിടെ സാക്ഷി പറഞ്ഞാലേ കോടതിക്ക് ബോധ്യമാകത്തുള്ളൂ. അപ്പം ഒരു മാസം റിമാൻഡിൽ വിട്ടു. പോലീസെല്ലാം എൻക്വയറി ചെയ്യുവാണ്. ഞാൻ ആരാണ്? കുറ്റാരോപിതനാണ്. ഓക്കെ, ഒരു മാസം കഴിഞ്ഞു വന്നു. ജഡ്ജിന് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഒരു മാസം കൂടെ എടുക്ക്, അടുത്ത മാസം ഡേറ്റ് കൊടുത്തു. ഞാൻ ആരാണ്? കുറ്റാരോപിത. കൊല ചെയ്തിട്ട് 3 മാസം ആയേ. 3-ാമത്തെ മാസം വരുമ്പോൾ ജഡ്ജി പറയാണ്, ഓക്കെ റൈറ്റ്, നിങ്ങളുടെ വാദങ്ങളെല്ലാം റെഡിയാണ്, വിറ്റ്നസ് ഇഷ്ടപ്പെട്ടു, എനിക്ക് കറക്റ്റായിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ഇവന് ജീവപര്യന്തം ശിക്ഷ ഞാൻ വിധിക്കുക. ഇപ്പോൾ ഞാൻ ആരായി മാറി? കുറ്റവാളിയായി മാറി. ഓക്കെ, അപ്പോൾ എന്നെ കുറ്റ ആരോപിയിൽ നിന്ന് കുറ്റക്കാരനാക്കി മാറ്റിയത് ഏതാണ്? ഒരു വിധിയാണ്. ശിക്ഷ, വിധി അല്ലേ? ശിക്ഷ ആരുടെ മേൽ ഉണ്ടോ, ശിക്ഷ ഉള്ളവനാണ് കുറ്റവാളി. ഓക്കെ, എനിക്ക് അടുത്തത് ഹൈക്കോടതിയിൽ പോവാം. അവിടെയും വിധിച്ചു ഇവൻ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, കുറ്റക്കാരനാണ്, കുറ്റമുണ്ട്, ജീവപര്യന്തം. സുപ്രീം കോടതിയിൽ പോവാം. അവിടെയും ജീവപര്യന്തം, ഞാൻ കുറ്റക്കാരനാണ്. എനിക്ക് പ്രസിഡന്റിൻ്റെ അടുത്ത് പോകാം. അവിടെ ദയാഹർജിയാണ് പോകുന്നത്. അവിടെ ഞാൻ ചെയ്തില്ല എന്നും പറഞ്ഞല്ല പോകുന്നത്, അവിടെ പോകുന്നത് ഞാൻ ചെയ്തു പോയി. രാജാവേ സാർ, ഞാൻ ചെയ്തു പോയി, എനിക്കൊരു ഭാര്യയും 3 പിള്ളേരും ഉണ്ട്, ദയവിട്ട് എനിക്കൊരു അവകാശം തരണം. ഓക്കെ, പ്രസിഡന്റിന് എൻ്റെ മേൽ കരുണ തോന്നിയാൽ എന്ത് ചെയ്യും? കുറ്റമിളച്ചു കൊടുക്കും. കുറ്റത്തിൽ നിന്ന് വിമുക്തി ചെയ്തെന്ന് വെച്ചു, കുറ്റം വിട്ടു. ഓക്കെ, അവന് നല്ല മനുഷ്യനാണ്, അവനൊരു ആയുസിരിക്കട്ടെ, പിള്ളേരുടെ കൂടെ ജീവിക്കട്ടെ, കുറ്റത്തിൽ നിന്ന് വിട്ടു, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് തന്നെ വിമുക്തനാക്കി. ഞാൻ ശിക്ഷയിൽ നിന്ന് പുറത്തു വരിക, ജയിലിൽ നിന്ന് പുറത്തു വരിക. ഇപ്പോൾ ഞാൻ കുറ്റാരോപിയാണോ കുറ്റക്കാരനാണോ ഇവിടുത്തെ പ്രജയാണോ? സെയിം ലൈക്ക് നമ്മളെ പോലെ ഒരു പ്രജയാണ്. ഞാൻ കുറ്റക്കാരനല്ലേ? ആയിരുന്നു വൺസ്. എന്തുകൊണ്ടാണ് ഇപ്പം കുറ്റക്കാരനല്ലാത്ത? എൻ്റെ പാപങ്ങൾ അല്ല, എൻ്റെ കുറ്റം ഇളച്ചു തന്നു. ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. അപ്പം ശിക്ഷയുള്ളവൻ ആരാണ്? കുറ്റവാളി. ശിക്ഷയിൽ നിന്ന് പുറത്തു വന്നവൻ പ്രജ. അതിൻ്റെ അകത്ത് ശിക്ഷ ഉള്ളവൻ ബൈബിൾ പാപി എന്നും വിളിക്കും. ശിക്ഷയിൽ നിന്ന് പുറത്തു വന്നവനെ നീതിമാൻ എന്ന് വിളിക്കും. നീതിമാൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രജയുടെ പേരാണ്. ഈ രാജ്യത്തിന്റെ പ്രജയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പേരാണ് നീതിമാൻ. സിറ്റിസൺഷിപ്പ് പോലെ നീതിമാൻ എന്ന് പറഞ്ഞാൽ, നീതിമാന്റെ അർത്ഥം എന്തുവാ? ഇവൻ എവിടുന്ന് വിടിവെക്കപ്പെട്ടു? ശിക്ഷയിൽ നിന്ന് നന്നായവനെന്നല്ല,
അത് ഇവിടുത്തെ കോടതി, ഇവിടുത്തെ കോടതിയിൽ ഇപ്പൊ ഈ പറഞ്ഞ സാറ് പറഞ്ഞ കൂട്ട് ഞാൻ തെറ്റ് ചെയ്തു, കോടതി എനിക്ക് ശിക്ഷ ന്യായമായി തന്നു, ഏറ്റവും അവസാനം ഞാൻ മുൻപോട്ട് പോയി, എനിക്ക് എൻ്റെ വാദബോധങ്ങളെല്ലാം നിരത്തി എന്നെ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി ഞാൻ വിടുവിക്കപ്പെട്ടു. പക്ഷേ ഈ കോടതിക്ക് എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനേ പറ്റൂ, എന്നെ റൈച്ചസനാക്കാൻ പറ്റത്തില്ല, നീതിമാനാക്കാൻ പറ്റത്തില്ല. പക്ഷെ നിയമത്തിൽ ചെയ്തത് കേൾക്കട്ടെ. നീതിമാൻ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവൻ. നീതിമാന്റെ അർത്ഥം നിന്നെ ജസ്റ്റിഫൈ ചെയ്തു, കോർട്ട് നിന്നെ ജസ്റ്റിഫൈ ചെയ്തു, അങ്ങനെ തന്നെ അത്രേ ഉള്ളൂ. നീതിമാന്റെ അർത്ഥം ഇനി ഇവന് മരണശിക്ഷയില്ല. ഓക്കെ, മനസ്സിൽ ക്ലിയറായി. ശിക്ഷയിൽ നിന്ന് പുറത്തു വന്നവൻ അന്തേ ഉള്ളൂ. ഇവൻ ഈ പുള്ളി ശിക്ഷയ്ക്ക് മുന്നേ തെറ്റ് ചെയ്തിട്ടാണോ ഈ പാപിയായത്? ഈ കൊലപാതകത്തിന് മുന്നേ ഈ തെറ്റ് ചെയ്യാത്ത നടക്കുന്ന ആളായിരുന്നോ? തെറ്റ് ചെയ്തിട്ടാണ് അവനെ അല്ലെ? ഈ മരണശിക്ഷ കിട്ടിയത് കൊലപാതകം ചെയ്തുകൊണ്ടാണ്. അതെ. അതിന് മുന്നേ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിപ്പില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയോ? ഇല്ല. നീതിമാൻ എന്ന് പറയുന്നത് അതാണ് റോമാലേഖനം 5:19 പറയുന്നത്, ഒരുവന്റെ അവിധേയത്വത്താൽ എല്ലാവരും പാപികളായത്, ഒരുവന്റെ അനുസരണത്താൽ എല്ലാവരും എന്നാ, പക്ഷെ അനേകരെന്നാ. സോറി, മെനി ബിക്കേം എന്ന് പറയുന്നത് പാപികൾ എല്ലാവരും എന്നാ പറയുന്നത്. എല്ലാവരും ശിക്ഷ എല്ലാവരുടെ മേലുണ്ട്, ജനിക്കുന്ന എല്ലാവരും. ഇതിനകത്ത് ഒരുവന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. പക്ഷേ മലയാളത്തിൽ എല്ലാവരും എന്നാണ് ചില വന്നിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൻ്റെ അതിനകത്ത് മെനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ഒന്നില്ല. ഓക്കെ, അപ്പം ഈ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവനാണ്, ശിക്ഷയിൽ നിന്ന്. അപ്പം സ്പിരിറ്റ്, ഇപ്പം നിങ്ങളുടെ സ്പിരിറ്റ്, ഇപ്പം യേശുവിന് വിശ്വസിക്കുന്നതിന് മുൻപേ ജോബി യേശുവിനെ വിശ്വസിക്കുന്നതിന് മുൻപേ ജോബി യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടും ജോബി പാസ്റ്റിന് എന്താ വ്യത്യാസം ഉണ്ടായിരുന്നു? എന്ത് വ്യത്യാസം ഉണ്ടായി? യേശുവിനെ വിശ്വസിക്കുന്നതിന് മുൻപും കഴിഞ്ഞിട്ടും വാട്ട് ഡിഫറൻസ് ഇറ്റ് മെയ്ഡ്? സ്വർഗത്തിൽ പോകാമോ? എന്ത്? വാട്ട് ഡിഫറൻസ് ഇറ്റ് മെയ്ഡ് ബൈ ബിലീവിങ് ജീസസ്? അത് ദൈവത്തിനായി തീർന്നു, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് പങ്കാളിയായി മാറി. ഈ നിത്യമരണം എന്താ ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിച്ചത്? ആസ് എ സ്പിരിറ്റ്, വിനോദ് എന്ന് പറയുന്ന ഒരു ആത്മാവിന് ഒരിക്കലും ദൈവമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഏരിയയിലിട്ട് നമ്മൾ മാറ്റിയിട്ടിരിക്കുകയാണ്. ദൈവശബ്ദം കേൾക്കത്തില്ല, ദൈവശബ്ദം നടക്കത്തില്ല, ദൈവത്താൽ അനുസരിക്കാനും നമുക്ക് പറ്റാത്ത രീതിയിൽ എൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞ അർത്ഥം നോ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ഗാഡ് എന്നുള്ളതാണ്. ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിന്റെ മേലുണ്ടാകുന്ന ശിക്ഷയെ മാറ്റിക്കഴിഞ്ഞിട്ട് യുവർ സ്പിരിറ്റ്, യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് എന്താ ദാനം കിട്ടിയത്? നിത്യജീവൻ. അതിന്റെ അർത്ഥം എന്തുവാ? മരിക്കാൻ കഴിയാത്ത ജീവിതം, നിത്യജീവനാത്ത അല്ല, ഇനി മരണമില്ല. സോ സിമ്പിൾ. നിത്യജീവന്റെ അർത്ഥം എന്താ? മരണമില്ലാത്ത അവസ്ഥ. ഇനി നിങ്ങൾക്ക് നിത്യമരണം ഇല്ല. സോ സിമ്പിളാ. അതാണ് ഇനി നിങ്ങൾക്ക് എന്തില്ല? എറ്റേണൽ ഡെത്ത് ഇല്ല. എറ്റേണൽ ഡെത്ത് ഇല്ല. നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഇനി കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ വേർപിരിക്കത്തില്ല. യു ആർ ഓൾവേസ് എറ്റേണലി കണക്റ്റഡ് വിത്ത് ഫാദർ. നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങാണ്ടൊരു കിട്ടുന്ന സാധനമൊന്നുമല്ല. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് കിട്ടുന്ന പരിപാടിയൊന്നുമല്ല. എൻ്റെ ആത്മാവ് ഇനി ദൈവത്തിൽ നിന്നൊരിക്കലും വേർപാടാത്ത രീതിയിൽ എന്നേക്കിനും മൈ സ്പിരിറ്റ് ഗോട്ട് കണക്റ്റഡ് വിത്ത് ഫാദർ. എറ്റേണൽ ലൈഫ് കിട്ടി എനിക്ക് എൻ്റെ സ്പിരിറ്റിന്. ശിക്ഷയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അപ്പം ശിക്ഷയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ദൈവം വസിക്കുക. നമ്മുടെ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കണം, അപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം. ഞാൻ യേശുവിനെ വിശ്വസിച്ചു, ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു.
പഴയ നിയമത്തിലെ ആലയത്തിൽ എവിടെയാ ദൈവം വസിച്ചത്? മോസ്റ്റ് ഹോളി പ്ലേസ്. എവിടെ? ഹോളി പ്ലേസിൽ എവിടെ? പെട്ടകത്തിൽ അല്ല, ഹോളി ഓഫ് ദ ഹോളീസ്. ഹോളീസ് എവിടെ? ദേവാലയത്തിൽ എവിടെ? പെട്ടകത്തിൽ എവിടെ? അതിപരിശുദ്ധ സ്ഥലത്താ പെട്ടകമുള്ളത്. അതെ. പെട്ടകത്തിന്റെ മേളില വസി. പെട്ടകത്തിൽ എവിടെയാ? സാക്ഷി കൂടാരത്തിൽ. ത്രോൺ ഓഫ് ഗ്രേസ്. അത് ഈ നമ്മുടെ കെരൂബികളുടെ സെൻട്രലാണ് മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ദൈവം സാന്നിധ്യം വന്ന് വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടകത്തിന്റെ മേളിലായിരുന്നു ദൈവം വസിക്കുന്നത്. ഈ പെട്ടകം ഏതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മരം കൊണ്ടാണ്. മരം ഡിഫൈൻസ് യു ആൻഡ് മീ. നമ്മളാ മരം. പക്ഷെ മരത്തേലല്ല ദൈവം വന്ന് വസിക്കുന്നത്. ഈ മരത്തേൽ എന്താ കവർ ചെയ്തിരിക്കുന്നത്? ഗോൾഡാണ്. ഗോൾഡ് എന്താണ്? ഗാഡ്സ് റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതിയ ഗോൾഡ്. അപ്പം ദൈവം വന്ന് വസിക്കണമെങ്കിൽ ഈ മരത്തെ വസിക്കത്തില്ല. അത് നീതി കവർ ചെയ്താൽ മാത്രമേ ദൈവത്തിന് വസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി എന്നെ, പാപിയായ എന്നെ ദൈവത്തിന്റെ നീതിയാക്കി മാറ്റി. ആക്കുമെന്നല്ല, ദൈവത്തിന്റെ നീതിയാക്കി മാറ്റി. അപ്പൊ എന്നെ കംപ്ലീറ്റ്ലി ദൈവം നീതി കൊണ്ട് കവർ ചെയ്ത്, കംപ്ലീറ്റ്ലി നീതി കൊണ്ട് കവർ ചെയ്ത്. എന്തിനാ കവർ ചെയ്തത്? പുള്ളിക്ക് വന്ന് വസിക്കണം, ഫോർ ഹിസ് ബെനിഫിറ്റ്. ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് എൻ്റെ ഉള്ളിൽ വസിക്കണം. അപ്പം നമ്മൾ നീതിമാൻ എന്ന് പറഞ്ഞാൽ വേറെ പാപം ചെയ്യാത്തവനെന്നല്ല. നീതിമാന്റെ അർത്ഥം എനിക്ക് ഇനി നിത്യമരണം എന്ന് പറഞ്ഞ ശിക്ഷയിൽ നിന്ന് ഇല്ല. അതാണ് റൈച്ചസ്, ജസ്റ്റിഫൈഡ്. യു ആർ ജസ്റ്റിഫൈഡ് എന്നാണ്. ആദ്യം റോമാലേഖനത്തിൽ പറയുന്നത്, തെരഞ്ഞെടുത്തവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു. അപ്പൊ ഫസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ, ദൈവം ജസ്റ്റിഫൈ ചെയ്യുക, നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈവൻ ഇനി നിത്യമരണം ഇല്ല. ഈ ജസ്റ്റിഫിക്കേഷൻ ദൈവത്തിന്റെ പാർട്ടും റൈച്ചസ്നെസ് നമ്മുടെ അങ്ങനെയില്ല. നമുക്ക് അവിടെ റോൾ ഇല്ലല്ലോ. റോമലേഖനം 5:21 വായിച്ചേ. റോമലേഖനം 5:21. പാപം മരണത്താൽ വാണതുപോലെ നീതി ജീവന്റെ കൃപ നമ്മുടെ മേൽ വാഴേണ്ടതിന് ക്രിസ്തുവിന്റെ നീതി. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അത് ക്രിസ്തുവിൻ മുഖാന്തരം ലഭിച്ച നീതിയാണ് നമുക്ക്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന നീതി തരം, നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. നീതിമാൻ എന്ന് പറഞ്ഞാൽ വേറെ നമുക്കൊരു പൊസിഷനാണ്, ഫ്രീ ആയി എന്നുള്ളതാണ്. ശിക്ഷയിൽ നിന്ന് പുറത്തു വന്ന ഒരാളെ കിങ്ഡം ഓഫ് ഗോഡിലെ സിറ്റിസനെയാണ് വിളിക്കുന്നത് നീതിമാൻ. അവിടെ നമുക്ക് റോളില്ല സത്യത്തിൽ. ഇല്ല, നമ്മളെ കംപ്ലീറ്റ്ലി അവൻ ചെയ്ത് നീതിമാനാക്കി, ശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കി. അത്രേ ഉള്ളൂ. വേറെ നമ്മളെ ഏതാണ്ട് വേറെ ഡിസൈൻ ആക്കി മാറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് ആക്കുമോ ഒന്നും ചെയ്തില്ല. പുള്ളി ചെയ്തത് ശിക്ഷ അവനേറ്റെടുത്തു, നമ്മളെ വിടുവിച്ചു. ആ പ്രോസസ്സിനെയാണ് കോർട്ടിൽ നിന്ന് നമുക്ക് ബദലായിട്ട് ഒരാളെ വെച്ച് ഒരാളെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ഹി ബിക്കംസ് എ സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവൻ ദൈവരാജ്യത്തിന്റെ പൗരത്വമായി അവനെ ദൈവം നീതി. കാരണം രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്നെങ്കിൽ യു ഷുഡ് ബി സിന്നർ, ഏതർ യു ഷുഡ് ബി റൈച്ചസ്. രണ്ട് കൂട്ടരുള്ളത്. പാപി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്തുള്ളവൻ, രാജ്യത്തിനുള്ളിലുള്ളവനെ നീതിമാൻ എന്ന് വിളിക്കും. നീതിമാൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവനോ തെറ്റിയാത്തവനോ അല്ല. നീതിമാന്റെ അർത്ഥം ശിക്ഷയില്ല ഇനിയാണ്. അതുകൊണ്ടാണ് 8-ാം അധ്യായം 1 പറയുന്നത് റോമാലേഖനം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പക്ഷേ അതിന്റെ രണ്ടാമത് പറയുന്നത്, ആത്മാവിന്റെ നിയമത്തിനനുസരിച്ച് നടന്നാൽ മരണത്തിനും പാപത്തിന്റെ ഇതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുമെന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഈ യേശു വാതില, യേശു അതാണ് യേശു വാതിൽ, ഈസ് എ ഡോർ. യേശു അങ്ങേയറ്റം വരെ നടത്തുന്നയാളല്ല, യേശു വാതില. നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുന്ന വാതില യേശു, ഈസ് ദ വേ. പക്ഷെ നമ്മുടെ മേൽ വന്ന പരിശുദ്ധാത്മാവ ഇനി മരിക്കുന്നവരെ നമ്മളെ നടത്താനുള്ളത്. നമുക്ക് ഡ്യൂട്ടി ഹോളി സ്പിരിറ്റുമായിട്ടുള്ളത്. സ്വർഗത്തിൽ പോയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവായിട്ട് പരിപാടിയൊന്നുമില്ല. നമുക്ക് എടുക്കപ്പെടുന്നത് വരെ മാത്രമേ പരിശുദ്ധാത്മാവുമായിട്ട് ഡ്യൂട്ടി ഉള്ളൂ. ഓക്കെ, ഇവിടെയാണ് ഹെബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വരുന്നത്, അവൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അവൻ ആരെയാണ് സ്നേഹിക്കുന്നത്? പാപിയാണോ നീതിമാനാണോ? നീതിമാനല്ലേ. എന്തിനാ നീതിമാനെ ശിക്ഷിക്കണം?
കറക്റ്റ് ചെയ്യുന്നതല്ല ഉള്ളൂ, ആ ഒന്ന് പ്രൂൺ ചെയ്യുന്നു, നമ്മളെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യുന്നു. എന്തിനാ ഡിസിപ്ലിൻ ചെയ്യണമെന്നാ ചോദിച്ചേ? നീതിയിൽ നമ്മൾ വളരണം. നമ്മളെ പിന്നെ നീതിയിലല്ല വളരേണ്ടത്, അനുസരണം കെട്ടവനാണ് ഇവൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കാൻ ഇവനെ കൊണ്ട് പറ്റുന്നില്ല. ക്രിസ്തു വാതിലാന്ന്, വാതിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിത്യതയോടെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെയിലി നടത്തേണ്ടത്, ഡെയിലി നമുക്ക് നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. കാരണം ഈ രാജ്യത്തിൽ വരുമ്പോഴുള്ള ജീവിതം നമുക്ക് അറിയത്തില്ല ജീവിക്കാൻ. പരിശുദ്ധാത്മാവിനെ യേശു പരിചയപ്പെടുത്തുന്നത് ഗൈഡ് എന്നാണ്. അതെ അല്ലേ? ഗൈഡ് ടീച്ചർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഹിൽ ബി ഗൈഡ് എന്നാണ്. ഹി വിൽ സെറ്റ് യു, ഹി വിൽ മേക്ക് യു ടു വാക്ക് ഇൻ ഹിസ് ട്രൂത്ത്. അല്ലേ? ഒരു ഗൈഡ് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്നത്? നമുക്ക് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാകുമ്പോഴാണ്. അല്ലേ? പരിചയമില്ലാത്ത ഒരു വഴി പോകേണ്ടി വരുമ്പോഴാണ് ഗൈഡ് അന്വേഷിക്കുന്നത്. അല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യേശുവിനെ വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് പോയി ആരാധനയ്ക്ക് പോയി വന്ന ഈ 10-25 വർഷത്തിൽ നടക്കാൻ മേലാത്തൊരു സ്ഥിതി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥിതിയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. നമ്മൾ പോകുന്നു. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താ ഗൈഡ്? അല്ല, ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക, അങ്ങനെ വിശ്വസിക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ വരുമ്പോഴേ പോകുന്നത്. പക്ഷേ രാജ്യത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ യു ഷുഡ് ലിവ് ആസ് എ സ്പിരിറ്റ്. നീ ആത്മാവെന്നുള്ള ഒരു വ്യക്തിത്വത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ വഴി അറിയത്തില്ല നമുക്ക് പോകാനായിട്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത് ആത്മമണ്ഡലത്തിൽ നിന്നോണ്ടാണ് സംസാരിക്കുന്നത്. അവൻ്റെ സംസാരം കേട്ടനുസരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നിന്റെ മകനെ ബലി കൊടുക്കുക, ഇത് നടക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ കോമൺ സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പറ്റത്തില്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ജീവിതം അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കരം ഒരു ഡൈനാമൈറ്റ് ആയിട്ടുള്ള ജീവിതമാണ്. അത് അവൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കാനുള്ള ബലം എൻ്റെ മനസ്സിന് കിട്ടിയാൽ മാത്രമേ നമുക്കത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചോദിക്കുന്നത്, അനുസരണം പഠിപ്പിക്കണമെങ്കിൽ ഈ പുള്ളി അനുസരണം കെട്ടവനല്ലേ? അല്ലേ? നീതിമാൻ എന്നുള്ള ഒരു പൊസിഷനേ എനിക്കുള്ളൂ. പിന്നെ എൻ്റെ നീതിമാൻ എന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ ഇനി ദൈവത്തിന് ദൂരാക്കത്തില്ല, അത്രേ ഉള്ളൂ. ദൈവരാജ്യം സംബന്ധിച്ച് പാസ്റ്റർ വിനോദ് ചാക്കോയുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങൾ തുടരുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ദൈവരാജ്യത്തിലെ നീതി അല്ലെങ്കിൽ നീതിമാൻ എന്നുള്ള വിഷയമാണ്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ വിശുദ്ധനായി മാറും എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. കാത്തിരിക്കുക.